Good evening, all. Okay, good evening. Good evening, sir. Okay, good evening, Sujata. എല്ലാവരും ആയോ? നമുക്ക് ആരംഭിക്കാറായോ? Okay, good evening, everybody. Good evening, Jitira. Good evening, sir. Okay, good evening, Deepa. Yes, good evening, Shanti. ആരംഭിച്ചാലോ? Let us start. ഞാനൊന്നും മിണ്ടാത്തെ. Okay, Jesse. Okay, പറയൂ. Good evening, sir. Good evening, sir. എന്ത് പറയുന്നു പ്രഭ? Fine, sir. Okay, very good, very good. Okay. Yes. Sir, എന്താ പറഞ്ഞേ? ഞാൻ കേറാൻ ജോയിൻ ആവാൻ വൈകി. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. Okay, sir. Okay, തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത്, നമ്മുടെ ക്ലാസ്സുകളിൽ അധികം നാളെ ഉണ്ടാവില്ല. പിന്നെ ഇന്ന് മുതൽ നമ്മൾ നോക്കുന്നത്, അടുത്ത 3 ക്ലാസ്സുകളിലേക്ക് നമ്മൾ നോക്കുന്നത് എക്സാമിനേഷൻ ഓറിയന്റഡ് ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് വരുന്ന മോഡലുള്ള ചോദ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നോട്ട് ബുക്ക് വേണം. ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എഴുതാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. പരീക്ഷയ്ക്ക് എന്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇനിയുള്ള 3 ക്ലാസ്. അപ്പൊ ഇന്നുണ്ട്, പിന്നെ അടുത്ത ഒരാഴ്ച കൂടി കിട്ടും. അതിന്റെ ഇടക്ക് വേറെ എപ്പോഴെങ്കിലും ഒരു ദിവസം വേറെ ആരുടെ ഏതെങ്കിലും ഒരു പീരീഡ് കടം മേടിച്ചിട്ട് ഞാൻ വരും. അങ്ങനെ 3 ക്ലാസ്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ, ചോദ്യം എഴുതിക്കോളൂ. യൂസ് റോമൻ ലെറ്റർ 1 എഴുതാം. യൂസ് phrasal verb PHRASAL, phrasal verb for the
underlined words. For the underlined words. Okay. I'll ഒന്നാമത്തെ ചോദ്യം. Question number 1. The chief minister visited visited the prime minister. The chief minister visited the prime minister. അതിന്റെ അടിയില് A ഉത്തരങ്ങൾ എഴുതിക്കോ. A called on, CALLED, called on, comma. B called at, comma. C called into. Okay, ഞാൻ ചോദ്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. The chief minister visited. ആ visited ന്റെ അടിയിൽ ഒന്ന് വരയ്ക്കും, അണ്ടർലൈൻ ചെയ്യും. Visited ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യമാണ്, അടിയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് മാറ്റിയിട്ട് അതേ അർത്ഥമുള്ള വേറൊരു വാക്ക് അവിടെ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേ അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാനാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. The chief minister, അപ്പൊ ഷാജില പറയുന്നു കോൾഡ് അറ്റ് എന്ന്. ഓക്കെ, ആർക്കെങ്കിലും പറയട്ടെ ആൻസർ? കോൾഡ് ഓൺ. അപ്പൊ ഷാജില ആണെങ്കിൽ കോൾഡ് ഓണും വിസിറ്റ് പ്ലേസ് ആണെങ്കിൽ കോൾഡ് അറ്റും, അങ്ങനെയല്ലേ സർ? ഓക്കെ, അപ്പോ ആദ്യം പറഞ്ഞാണ് നമ്മൾ സന്ദർശിച്ചേക്കുന്നത് ആരെയാണ്? പ്രൈം മിനിസ്റ്ററെയാണ്. അതൊരാളല്ലേ, ആളെ സന്ദർശിച്ചു കഴിഞ്ഞാൽ കോൾഡ് ഓൺ കേട്ടോ. യെസ്, ഒരു സ്ഥലമാണെങ്കിലാണ് കോൾഡ് അറ്റ് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ കോൾഡ് ഓൺ. ടിക്ക് ചെയ്ത് കോൾഡ് ഓൺ ടിക്ക്. Question number 2. We will continue, CONTINUE, continue our relationship. We will continue our relationship. Answer A എന്ന് പറയുന്ന ആൻസർ carry on, CARRY, carry on. B carry for, CARRY, carry for, FOR. C carry in. തന്നിരിക്കുന്ന ചോദ്യത്തില് ആ കണ്ടിന്യൂ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യും. We will continue our relationship. ഓക്കെ, ആര്യലക്ഷ്മി പറയാമോ എന്താണ് ആൻസർ എന്ന്? ആര്യലക്ഷ്മി Carry on അല്ലാതെ വേറെ എന്തെങ്കിലും ആണെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? Carry on ആണ്. അമ്പിളി കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി അതിന്റെ അത് ഇതിൽ പറയില്ല. യുവർ വേർഡ് ഈസ് ഫൈനൽ. ഓക്കെ, ക്യാരി ഓൺ ടിക്ക് ചെയ്തു. ഇതേ മോഡലായിരിക്കും ചോദ്യങ്ങൾ വരിക. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. 3. Question number 3. I will not reduce your salary. SALARY, salary. Okay. അതിന്റെ അടിയിൽ A cut down, CUT, cut down, DOWN, cut down. B cut up. C cut in. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ റെഡ്യൂസ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. റെഡ്യൂസ്. ദീപ ആന്റണി പറഞ്ഞോളൂ. ദീപ ആന്റണി. cut in. ഓക്കെ, അപ്പൊ ദീപ ആന്റണി പറയുന്നു കട്ട് ഇൻ. വേറെ ഏതെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? കട്ട് ഡൗൺ. അമ്പിളി പറയുന്നു, രമ്യ പറയുന്നു, സിജി പറയുന്നു കട്ട് ഡൗൺ, ഷാജില പറയുന്നു കട്ട് ഡൗൺ, കൊച്ചുറാണി പറയുന്നു, തസ്രീഫ പറയുന്നു, സിയ ജോബി പറയുന്നു. ഓക്കെ, ദീപ നമുക്കൊരു കാര്യം ചെയ്യാം. ദീപ
കട്ട് ഡൗൺ ആണ് ശരി, കട്ട് ഇൻ അല്ല, കട്ട് ഡൗൺ ആണ്. ഓക്കെ, കറക്റ്റ് ചെയ്ത്. അപ്പൊ കട്ട് ഡൗൺ അല്ലേ, മര്യാദകളെ കട്ട് ഡൗൺ ചെയ്ത് പറയാറില്ലേ? ഓക്കെ, കട്ട് ഡൗൺ, കട്ട് മുറിക്കുക, ഡൗൺ താഴെ, താഴേക്ക് മുറിക്കുക, അപ്പൊ കുറയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, റിഡ്യൂസ് കുറയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, she decided to stop walking, walking, stop walking in the morning, അടിയില് A ആൻസർ, give up, B give on, C give for. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ആ സ്റ്റോപ്പ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യും, ഓക്കെ. ജസ്റ്റ് നൗ ഗീവ് അപ്പ് ആണോ സർ? ഓക്കെ, കറക്റ്റ് ആണ്. സുജാത കറക്റ്റ് ആണ്, രമ്യ കറക്റ്റ് ആണ്, സിജി സാമൂല കറക്റ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ആൻസർ പറയാൻ സമയം കൊടുത്തത് കൊച്ചുറാണി കറക്റ്റ് ആണ്. ഓക്കെ, യെസ്. അടുത്തത് ഗാന്ധിജി died, D-I-E-D, died on 30th, 30th January 1948, 1948. ഓക്കെ, A ആൻസർ, A മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. A passed away, P-A-S-S-E-D, passed away. B passed by, B-Y, passed by. C passed above, A-B-O-V, above. ദീപ ആന്റണി സാറേ ആൻസർ പറയൂ. പാസ്ഡ് അവേ. ഓക്കെ, ഷിജില കറക്റ്റ് ആണ്. ഓക്കെ, ആര്യലക്ഷ്മി കറക്റ്റ് ആണ്. പാസ്ഡ് അവേ. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, സൗമ്യ ഓക്കെ, തസ്രീഫ ഓക്കെ, ജെറ്റില ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. അപ്പോ ആ ചോദ്യം വരുന്നതിന്റെ മുകളിൽ ഓക്കെ, അലീഷ കറക്റ്റ് ആണ്. ഓക്കെ. അടുത്തത്, ഷീ wore, W-O-R-E, wore a new saree, for the party. A ആൻസർ ചെയ്തിരിക്കും. A put up. B put in. C put on. സർ സെക്കൻഡ് വൺ എന്തായിരുന്നു സർ? put in, in. സാറേ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാ സാറേ, She wore, W-O-R-E, കേട്ടോ. She wore a new saree for the party. 3 ആൻസർ പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സി ചോദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞോളൂ. സോറി, അതിനകത്ത് നമ്മൾ ഓർ എന്നുള്ള അണ്ടർലൈൻ ചെയ്തു, ഞാൻ അത് പറയാൻ പറ്റൂല. W-O-R-E, ഓർ എന്നുള്ള അണ്ടർലൈൻ ചെയ്യാം. സോറി ഫോർ ദ ട്രബിൾ. പുട്ടോൺ. അമ്പിളി പുട്ടോൺ പറയുന്നു. സ്മിത ജെറോ പുട്ടോൺ പറയുന്നു. പുട്ടോൺ സർ. ഓക്കെ. രമ്യ പറയുന്നു, സുധി പറയുന്നു, അലീഷ രതീഷ് പറയുന്നു. ഓക്കെ. ഇപ്പൊ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാനായിട്ട് മാറ്റുന്നില്ല. ഓക്കെ.
സീനാണെങ്കിൽ കാണാനുമില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, പുട്ടോണിൽ തന്നെ ഉറപ്പിക്കാം. ഓക്കെ, പുട്ടോൺ ആണ് കറക്റ്റ്. ധരിക്കുക എന്നുള്ളതിന് കറക്റ്റ് ആണ്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. സാർ ഈ പുട്ടപ്പിന്റെ മീനിങ് എന്താ? നമ്മൾ ഈ ഓഫീസ് ടോളറേറ്റ് എന്നാണ്. ടോളറേറ്റ്. നമ്മൾ ഈ ഓഫീസിലെ വർക്കൊക്കെ പുട്ടപ്പ് ചെയ്യുന്നൊക്കെ പറയില്ലേ? അത് റെഡിയാക്കാൻ ഓഫീസ് വർക്ക് പുട്ടപ്പ് ചെയ്ത് വെക്കാൻ റെഡിയാൻ മേക്കിംഗ് റെഡി. ടോളറേറ്റ് എന്ന് പറയുമ്പോൾ പുട്ടപ്പ് അതിന്റെ കൂടെ ഒരു വിത്ത് കൂടി വരും. ടോളറേറ്റ്. അടുത്തത് നമ്മൾ അതൊക്കെ അന്ന് നമ്മൾ ആ ഒരു ഫ്രൈസുകളും പറഞ്ഞൊരു സാധനം നോക്കിയില്ലേ, അതിൻ്റെ അകത്ത് ഉണ്ട് അതൊക്കെ സംഭവം അതിൻ്റെ അടിയിൽ ഉണ്ട്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. He decided to finish FINISH, finish the project in a month, MONTH. In a month. എന്റെ അടിയിൽ ആൻസർ അത് ആ ഫിനിഷ് എന്നുള്ള അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. ഫിനിഷ് അണ്ടർലൈൻ ചെയ്യുക. അടിയിൽ ആൻസർ എഴുതിക്കോളൂ. എ വൈൻഡ് അപ്പ്, WIND, വൈൻഡ് അപ്പ്. ബി വൈൻഡ് ഡൗൺ. അടുത്തത് സി വൈൻഡ് ഇൻ. ഉസൈല വൈൻഡ് അപ്പ്. ഓക്കെ, ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. സൗമ്യ പറഞ്ഞിട്ടുണ്ട്, സിജി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ശരി. അടുത്തത് വെരി ഗുഡ്. ശ്രീയ പറഞ്ഞിട്ടുണ്ട്, കൊച്ചുറാണി പറഞ്ഞിട്ടുണ്ട്, ഷാജിദ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ശരിയാണ്. അടുത്തത് മേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അൽഫോൻസ. ഓക്കെ നിഷ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മേരി resembles her mother. ആ റിസംബിൾസിന്റെ അടിയിൽ ഒന്ന് വരച്ചേര്. അടിയിൽ ആൻസർ എഴുതിക്കോ. takes on. B takes before. C takes after. പ്രിയ രാജേഷ് പറയാമോ ആൻസർ? മേരി അവളുടെ അമ്മയെ പോലെ ഇരിക്കുന്നു. റിസംബിൾസിൽ ഒരുപോലെ തോന്നുന്നു. സാർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. മേരി resembles her mother. Takes after, Jansi, is a correct answer. Very good. Takes after. Takes after. Okay, Ambali, correct. അടുത്ത ക്വസ്റ്റ്യൻ. Roman letter എഴുതുക. Roman letter 2 എന്ന് എഴുതുക. Roman letter എത്രയോ ഓർമ്മയുണ്ടാവണേ. Roman letter. Okay. ചോദ്യം ഇതാണ്. Fill in the blanks using correct correct preposition. കറക്റ്റ് പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, രണ്ടാമത്തെ റോമൻ ലെറ്റർ എഴുതിയ ചോദ്യത്തില് ക്വസ്റ്റ്യൻ നമ്പർ 1. ചോദ്യം ഇതാണ്. എഴുതിക്കോ. വിമല goes dash school every morning. ഓക്കെ, എന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോ. A 2.
B, O-N, on. C, for, F-over. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഉത്തരം ചോദിക്കാന്ന് ചോദിച്ചപ്പോഴേക്കും എല്ലാവരും ഉത്തരം പറഞ്ഞു. എന്നാലും ചോദിക്കാൻ ജാൻസി ഒന്ന് പറഞ്ഞു. ജാൻസി പറയാനായിട്ട് ഇങ്ങനെ കയറി വന്നതാണ്. പറഞ്ഞോളൂ. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. അതുകൂടാതെ തന്നെ അൽഫോൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2 ആണ്. 2 is the correct answer. അപ്പൊ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് 2 മാർക്ക് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കേണ്ട. നിങ്ങൾ അത് തന്നെ ഇപ്പൊ പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോ. നിങ്ങൾ ഒരു മാർക്ക് ചെയ്യാൻ കഴിഞ്ഞ ശേഷം ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കാം ഇത്രയും ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാം. ഒരു ചോദ്യത്തിന് 2 മാർക്ക്. അപ്പൊ ഇവിടെ നേരത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോഴത്തെ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ ഒരു ചോദ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് നിങ്ങളുടെ പേഴ്സണൽ കൺസിഡറേഷൻ വേണ്ടിയിട്ടാണ്. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിങ് ലിയർ, KING, കിങ്, LEAR, King Lear was written, WRITTER, written dash Shakespeare, SHAKESPEARE, Shakespeare. ഷാജിലെ ചോദ്യം പറയാൻ പോലും സമ്മതിക്കാതെ ഉത്തരം പറയാണ്. വെരി ഗുഡ്. പിടിക്ക് ഷാജില. സുധി പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യൂ സർ, കേട്ടില്ല. കറക്റ്റ്. ഓക്കെ. നമ്മളത് വായിച്ചു വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇന്നതായിരിക്കും. വെരി ഗുഡ്. ചോദ്യം ഇതാണ്. കിങ് ലെയർ, അത് പുസ്തകത്തിന്റെ പേരാണ്. വാസ് റിട്ടൺ ബൈ, റിട്ടൺ ഡാഷ് ആണ്, വാസ് റിട്ടൺ ഡാഷ് ഷേക്സ്പിയർ. ഓക്കെ. അത് കയ്യിൽ നിന്ന് പോയതാണ് ഷാജില. ഓക്കെ. യെസ്. അതിന്റെ ആൻസർ എഴുതിക്കോളൂ. അടിയിൽ 3 ആൻസർ എഴുതിക്കോളൂ. ആദ്യത്തേത് ബൈ, രണ്ടാമത്തെ ബി, ഇൻ, മൂന്നാമത്തേത് സി, ടു. അപ്പൊ ബൈ ഇൻ ടു. അപ്പൊ കറക്റ്റ് ആൻസർ എഴുതിക്കോ. ഏതാണ്? ബൈ ആണ്. ഓക്കെ. അപ്പൊ അടുത്ത ഞാൻ ചോദ്യം പറയുന്നില്ല, അതിന് മുമ്പ് തന്നെ പറയാൻ നിഷക്കാണ് ചോദ്യം. വേഗം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ കയറി വരും. ഓക്കെ. അപ്പൊ 4ാമത്തെ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയതിനൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കുറിച്ച് വെച്ചോട്ടെ. എത്ര ശരിയായി സൈഡിൽ 1, 2 എന്ന് എഴുതിയിട്ട്. യെസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി ഹാവ് ബീൻ, 4ാമത്തെ ചോദ്യമാണ്. വി ഹാവ് ബീൻ, മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തേനാ? മൂന്നാമത്തെ ഞാൻ ഒരെണ്ണം വിട്ടുപോയി. ഓക്കെ. സോറി, ഒരെണ്ണം വിട്ടുപോയതാണ്. ഇത് എഴുതിക്കും, എന്റെ ബുക്ക് ഞാൻ പറയാം. മൂന്നാമത്തെ വി ഹാവ് ബീൻ ലിവിങ് here, here dash 6 years. ഉത്തരം എഴുതിക്കോ. A, F/4. B, since. C, by. ഓക്കെ. രണ്ടുപേരും ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അൽഫോൻസ് പറഞ്ഞു, സിജി പറഞ്ഞു, ജെറ്റില പറഞ്ഞു, ആര്യലക്ഷ്മി പറഞ്ഞു, തസ്രീഫ പറഞ്ഞു, സൗമ്യ പറഞ്ഞു, സുധി പറഞ്ഞു. എന്തോ 6 years എന്തോ സിൻസ്. അപ്പൊ ജാൻസി പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അത് പറഞ്ഞു. വേറെ ആരും പറഞ്ഞത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കാരണം നമ്മൾ നോക്കുന്നത് പഠിക്കാനാണ്, അല്ലാതെ നമ്മൾ നോക്കുന്നത് എന്താണ് ആളുകളുടെ മുന്നിൽ ആളാവാനോ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് പഠിക്കാനും നമുക്ക് മനസ്സിലാവാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നു നിങ്ങളത് പറഞ്ഞോ, നമുക്കത് കറക്റ്റ് ചെയ്യാം. അപ്പൊ ആരെങ്കിലും ഒരാൾ പറഞ്ഞപ്പോ വേറെ കുറച്ച് പേര് പറയാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. സിൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസും ഫോറും സമയത്ത് സൂചിപ്പിക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഓക്കെ. നമുക്ക് പറയാം. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സിൻസ് 1947,
1947 മുതൽ മുതൽ എവിടം വരെ എന്ന് പറയാനില്ല, അവിടെ തുടങ്ങി. പക്ഷെ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് എ പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 6 years എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഇസ് എ പീരീഡ്. അവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? 4 ആണ് കേട്ടോ. അതുകൊണ്ടാണ് സിൻസ് വരാതിരുന്നത്. ഓക്കെ, സിൻസ് എന്ന് പറഞ്ഞത് നന്നായി, എന്നാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ 3ാമത്തെ ചോദ്യം വിട്ടിട്ടുണ്ടായിരുന്നു, അത് 4ാമത്തെ നമ്പർ ആയിട്ട് എഴുതിക്കും. ഓക്കെ 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 യെസ്. എന്താണ് കീപ് സ്മൈലിംഗ്? ക്യാൻ യു കംപ്ലീറ്റ്, ചോദ്യം ഇതാണ്, ക്യാൻ യു കംപ്ലീറ്റ്, COMPLET, complete the work dash 1 week, WEEK, week. Can you complete the work dash 1 week? Okay, അടിയിൽ ആൻസർ എഴുതിക്കോ. A 4, B on, MA സാജു ആൻസർ കേട്ടോ, പറഞ്ഞോളൂ. 3 in. MA സാജു. സാറേ ഞാനിപ്പോ കേറിയുള്ളൂ, എനിക്കത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ബി ഏതാ പറഞ്ഞ സാറേ? ബി ഞാൻ കേട്ടില്ല. ഓക്കെ 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 പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് പേര് ആൻസർ എഴുതി കാണിക്കുന്നുണ്ട്. തസ്രിബ, അൽഫോൻസ, CG, പ്രദീപ്, അരിലക്ഷ്മി, സൗമ്യ, വിനോദ്. ഓക്കെ ഓക്കെ സർ, ഈ ക്വസ്റ്റ്യനില് ക്യാൻ യു കംപ്ലീറ്റ് ദ വർക്ക് ഡാഷ് വീക്ക് എന്നാണ് അല്ലേ സർ? ഡാഷ് 1 week. 1 week, അതൊക്കെ. അഭിജിത്തുണ്ട്, നിഷയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നേരത്തെ ചോദിച്ചതാണ്. ഓക്കെ, കറക്റ്റ് ആണ്. അവരൊക്കെ പറഞ്ഞ ആൻസർ ഇൻ അല്ലേ? ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഇന്നാണ്, കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടിയെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും കുറിച്ച് വെച്ചോ മാർജിൽ, നമുക്ക് നോക്കാം ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അപ്പൊ ക്യാൻ യു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 week, ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാമോ? അടുത്ത ചോദ്യം ഐ വിൽ റിപ്ലൈ. 5ാമത്തെ ചോദ്യം ഐ വിൽ റിപ്ലൈ dash the letter from the officer. I will reply dash the letter from the officer. Answer 2. A 2. B on അടുത്തത് C by BY. ഓക്കെ പ്രദീപ്. ഓക്കെ CG. ഓക്കെ അൽഫോൻസ. ഓക്കെ അഭിജിത്ത്. ഓക്കെ തസ്രീഫ. 2. കറക്റ്റ് ആണ്. ഓക്കെ വെരി ഗുഡ്. ശരി, 2 ആണ് ആൻസർ. 2 ആണ് വരുള്ളൂ കേട്ടോ. റിപ്ലൈ 2. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. ദ ട്രെയിൻ left the station. പറയൂ രമ്യ. ഒന്നുകൂടി പറഞ്ഞ കേട്ടില്ല. ഇലക്ട് എന്നാണോ? അല്ല, ദ ട്രെയിൻ ലെഫ്റ്റ്, LEFT, ലെഫ്റ്റ് വിട്ടുപോയിന്ന്. ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ഓക്കെ. ദ ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ dash time. Okay, the train left the station dash time. Answer is equal to A on, B by, C 4. പ്രദീപ്. ഓക്കെ, പ്രദീപിന്റെ ശരിക്കും പേരെന്താണ്? പ്രിൻസി. ഓക്കെ പ്രിൻസി.
ഓക്കെ, സിജി, ജിത്തില, സ്മിത, ശ്രീഫ, അഭിജിത്ത് എല്ലാവരും വളരെ കറക്റ്റ് ആണ്. ഓക്കെ 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 കറക്റ്റ് ആണ്. ഓക്കെ, ആദ്യം അൽഫോൻസ് പറഞ്ഞത് എല്ലാവരും കറക്റ്റ് ആണ്. അലീഷ പറഞ്ഞത് കറക്റ്റ് ആണ്. അലീഷ പറഞ്ഞ കറക്റ്റ്. അലീഷ ഓൺ ആണ്, കറക്റ്റ് ടൈം, ഓൺ ടൈം കേട്ടോ. ഓൺ ടൈമിലാണ് കൃത്യസമയം എന്ന് പറയുന്നത്. ട്രെയിൻ ലെഫ്റ്റ് സ്റ്റേഷൻ ഓൺ ടൈം. ഓൺ കൃത്യസമയം എന്ന് പറയുന്നത് ഓൺ ടൈം എന്നാണ് പറയുന്നത്. 10 മണിക്ക് വരാൻ പറഞ്ഞാൽ 10 മണിക്ക് തന്നെ അയാൾ പിന്നെ കാണുമ്പോൾ നിങ്ങൾ ഓ ഓൺ ടൈം ആണല്ലോ, ഓൺ ടൈം. കറക്റ്റ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. വാട്ട് ആർ യു 7th question. Okay, 7th question. Okay, what are you looking? Okay. Tasrifa sammadichu. Okay. What are you looking dash? And a question mark kuto. Okay. Adile 3 answer edikolu. Oh, Alfonso. Very good. Soumya, okay. Siji, very good. Answer edikyo. Sudhi, okay. A after, B in, C 4. Okay, അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാം. ഇവിടെ ഓരോരുത്തർ ഫിൽ ചെയ്ത് വന്നു. ഇസ് ലുക്കിംഗ് 4. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഒരു ചോദ്യം കൂടി. അടുത്തത്, മൈ ഫാദർ ഈസ്. Okay, Nisha, okay, Ramya, okay, Tasrifa, correct. My father is dash New Delhi. N capital letter, Delhi D in capital letter, New Delhi. And I did answer the A in, B in, on, C by. Alfonso answer kandu. ജിഷയുടെ കണ്ടു, സൗമ്യ വിനോദിന്റെ കണ്ടു, കൊച്ചുറാണിയുടെ കണ്ടു, ഷാജില കണ്ടു, സിജി, പ്രദീപ് പ്രിൻസിയുടെ കണ്ടു, ജറ്റില ഫിലിപ്പിന്റെ കണ്ടു. ഓക്കെ, യുവർ ആൻസർ ഇസ് റൈറ്റ്. എന്താണ് ആൻസർ? ഇൻ ആണ്. ഓക്കെ, സ്മിത ജെറോ. ഓക്കെ സ്മിത. ഓക്കെ, നിഷ. ഓക്കെ. യെസ്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പ്രിപ്പോസിഷനിൽ 8 ചോദ്യം ചോദിച്ചു. ആ 8 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര ശരിയായിരുന്നു നിങ്ങൾ തന്നെ നോക്കി. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നില്ല, നമ്മൾ നേരെ പോകും. അതുകൊണ്ട് ഞാൻ ജാൻസിയോട് ചോദിക്കുകയാണ്, എത്ര ശരിയായി? 8 ശരിയായി. ഓക്കെ ഷാജില, ഓക്കെ ശരി. അപ്പൊ 8 × 2 16 മാർക്കാണ് കിട്ടിയത്. 6 കിട്ടിയവർക്ക് 12 മാർക്ക്. ഒരു ചോദ്യം സർ, ഞാൻ 6 എഴുതിയുള്ളൂ, 6 ശരിയായിട്ടുണ്ട്. ബാക്കി എഴുതിയെടുക്കണം. എഴുതിയെടുത്തില്ല എങ്കിൽ അത് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ അതിക്ക് അത്രയും സാർ ഞാൻ കേറിയപ്പോ ഇത്ര ലേറ്റ് ആയി. ഫസ്റ്റത്തെ എന്തായിരുന്നു ഹെഡിങ്? ഏറ്റവും ആദ്യത്തെ ഹെഡിങ് കഴിഞ്ഞാല് അടുത്ത യൂസ് ദ ഫ്രേസൽ വെർബ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ് കേട്ടോ. യൂസ് ദ ഫ്രേസൽ വെർബ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ്. നാളെ നോക്കിയിട്ട് ഇല്ലാത്തവരോട് എഴുതിയെടുക്കാൻ പറയണം. അവരത് ചെയ്തില്ല എങ്കിൽ ദുഃഖിക്കേണ്ടി വരും. യെസ്, ഞാൻ എഴുതി സ്റ്റാർട്ട് ചെയ്തു, ബട്ട് ഹെഡിങ് എഴുതിയില്ല, അതാണ്. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ കേറാത്തവരോട് നിങ്ങൾ ഗ്രൂപ്പിലോട് പറഞ്ഞാൽ മതി. ഓക്കെ, ചോദ്യം നമ്പർ റോമൻ ലെറ്റർ 3 ആണ്. റോമൻ ലെറ്റർ 3. ഓക്കെ, റോമൻ ലെറ്റർ 3. ഒരു കാര്യം ചോദിച്ചോട്ടെ, മൈക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങക്ക് സൗണ്ട് കുറവായി ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കോ? സൗണ്ട് നല്ല കുറവിൽ കേൾക്കുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും അറിയില്ല പ്രശ്നം. കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് വിട്ടുപോകുന്ന പോലെ ഉണ്ട് സാറേ. ചില വാക്കുകൾ ക്ലിയർ അല്ല. ഇവിടെ കറക്റ്റ് 45 കിട്ടേക്കുന്നത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയില്ലെങ്കിൽ അപ്പൊ പറഞ്ഞേക്കണേ. ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട് ഇപ്പോഴും സാർ? ഇപ്പൊ റോമൻ ലെറ്റർ എന്തെങ്കിലും പറഞ്ഞോ സാറേ? ഇപ്പൊ പറഞ്ഞ എന്താ? റോമൻ ലെറ്ററാ? റോമൻ ലെറ്റർ 3.
Roman letter 3. Okay. Okay. Thank you. Okay. See, ഇരിക്കുന്നത് range ഉണ്ടോ? റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ? സാറെ കേൾക്കുന്നുണ്ട്, സൗണ്ട് കുറവുള്ളൂ. എനിക്കും കേൾക്കുന്നുണ്ട്, റേഞ്ച് പ്രശ്നമല്ല, വൈഫൈയിലാണ്. പക്ഷെ എന്തോ എവിടെയോ ക്ലാരിറ്റി കുറവ് പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചു നോക്കിയത്. ചിലത് എനിക്ക് എന്തോ മനസ്സിലാവാൻ പറ്റുന്നില്ല. അതെ, വേറെ എല്ലാവർക്കും ഇതേ പ്രോബ്ലം ഉണ്ടോ? ഒരു മിനിറ്റ്. നമുക്ക് നോക്കട്ടെ ഒരു മിനിറ്റ്. അവർക്ക് ക്ലാരിറ്റി സൗണ്ട് ക്ലിയർ ആവണില്ല എന്ന് പറയുന്നു. നമ്മളുടെ 45 എടുക്കുന്നത്. പക്ഷെ ഒരാളല്ലോ, കൂടുതൽ ആൾക്കാരെ പറയും. സാറ് പോയോ? ഇല്ല, അവിടെ എന്തോ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓഫ് ചെയ്തിരിക്കണതാണ്. ഇപ്പോഴെങ്ങനെയുണ്ട്? വ്യത്യാസമുണ്ടോ? സാറ് കുറച്ച് പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് അറിയുന്നുള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല, കേൾക്കുന്നൊക്കെ ഉണ്ട്, എപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് എവിടെയോ പോവാണ് ഉണ്ടായത്. പറഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കുഴപ്പമില്ല. നേരത്തേക്കാളും കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട് സാറേ. ഉണ്ട്. വെരി ഗുഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ചെക്ക് ഇറ്റ്. ഓക്കെ, അതാണ് നേരത്തെ ഞാൻ സിയോട് ചോദ്യം ചോദിച്ചിട്ട് സിയോ വരാതിരുന്നത് അല്ലേ? ഓക്കെ. ഞാൻ വിചാരിച്ചു ഞാൻ കേട്ടില്ല, എനിക്ക് ക്ലിയർ ആവണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്നെയാ വിളിച്ചേന്ന്. നോ പ്രോബ്ലം. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മൾ ഒരു 8 ചോദ്യം നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് പ്രിപ്പോസിഷനിൽ അതിൽ 8 ശരിയായവരുണ്ട്, 6 ശരിയായവരുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് റോമൻ ലെറ്റർ ഇടാം. ചോദ്യം ഇരിക്കുന്നത് യൂസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. റോമൻ ലെറ്റർ ആണ്. യൂസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ of the verbs given in bracket. ഓക്കെ, അതായത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പൊ ഇവിടെ ഇത് നിങ്ങൾ നോക്കുക, ഇതിന്റെ അകത്ത് തന്നെ ശരിയാവേണ്ടത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. I have a cook, COOK, cook channel, CHANNEL, channel. ഓക്കെ, അതിൽ കുക്ക് എന്നുള്ളത് ബ്രാക്കറ്റിലിട്. കുക്ക് എന്നുള്ളത് ബ്രാക്കറ്റിലിട്. അടിയിൽ 3 ആൻസർ എഴുതിക്കോ. എ കുക്കിംഗ്, ബി കുക്ക്ഡ്, COOKED, കുക്ക്ഡ്, സി കുക്സ്, COOKS. ആൻസർ ഞാൻ ഒന്നുകൂടി പറയാം. കുക്കിംഗ്, കുക്ക്ഡ്, കുക്സ്. ഓക്കെ, സിജി പറഞ്ഞിട്ടുണ്ട്, സ്മിത പറഞ്ഞിട്ടുണ്ട്, കുക്ക്ഡ് സർ, കുക്ക്ഡ് പറഞ്ഞിട്ടുണ്ട്, ഷാജില പറഞ്ഞിട്ടുണ്ട്, സുജാത പറഞ്ഞിട്ടുണ്ട്. ആൻസർ കുക്ക്ഡ്. കുക്ക് പറഞ്ഞിട്ടുണ്ട്, രമ്യ പറഞ്ഞിട്ടുണ്ട്, അൽഫോൻസ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസി പറഞ്ഞിട്ടുണ്ട്, സിജി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നതിന്റെ സ്ഥിതിക്ക് ഞാൻ ഒറ്റ വരികൾ പറയാം. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. നിങ്ങൾ ഓർമ്മ വിട്ടുപോയതാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൻസ എന്താണ്? പ്രസന്റ് ടെൻസിന്റെ കൂടെ ING ചേർക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓക്കെ, ഷാജിലാണ് ആദ്യം എഴുതി കാണിച്ചത് കറക്റ്റ് വന്നത്. കുക്കിംഗ് ആണ് കറക്റ്റ് കേട്ടോ. I have
എ കുക്കീസ്. കുക്ക് വരും, എന്ത് വേണമെന്ന് അറിയാമോ? യെസ്റ്റർഡേ എന്നുള്ള വാക്ക് കൂടി വരണം അതിനകത്ത് ചോദ്യത്തിന്. അപ്പൊ ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ, അതാണ് കറക്റ്റ്. ഓക്കെ, നമ്മൾ അഡ്ജക്റ്റീവിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. He is read read എന്നുള്ള ബ്രാക്കറ്റിൽ കൊടുത്തു എ ബുക്ക്. ഓക്കെ, ഇനി അതിന്റെ അടിയിൽ ആൻസർ എഴുതിക്കോ. എ റീഡബിൾ, ബി റീഡ്സ്, സി റീഡിങ്. ഓക്കെ അൽഫോൻസ, ഓക്കെ ഷാജില ഉത്തരം കണ്ടിരുന്നു. ഓക്കെ 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 സൗമ്യ ഉത്തരം കണ്ടിരുന്നു. രമ്യ പറഞ്ഞത് ശരിയാണ്, സത്യ പറഞ്ഞത് റീഡിങ് കറക്റ്റ്. കൊച്ചുറാണി ഓക്കെ. എന്താ അമ്പിളി പറഞ്ഞ? ഓപ്ഷൻസ് കേട്ടില്ല. ഓപ്ഷൻസ് കേട്ടില്ല. ഓക്കെ 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 റീഡബിൾ, റീഡ്സ്, റീഡിങ്. ഓക്കെ ഷീബ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പറയാം സാർ, കേട്ടില്ല. ഇംഗ്ലീഷാ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ പറഞ്ഞേ? ക്വസ്റ്റ്യൻ He is read a book. He is reading. Read a book. ഓക്കെ, അത് റീഡ് എന്നുള്ള ബ്രാക്കറ്റില്. ഓക്കെ ഓക്കെ ആൻസർ ഷാജിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിലിടാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് സാറേ? ബ്രാക്കറ്റിലിടാൻ നമുക്ക് ചോദ്യത്തിൽ അങ്ങനെയല്ല വന്നത്. ചോദിക്കാൻ റോമിലിട്ട് ഗിവൺ ഇൻ ബ്രാക്കറ്റ് എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് ബ്രാക്കറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ അണ്ടർലൈൻ ആയിട്ട് വരാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ചോദ്യത്തിൽ അങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. ഐ ലൈക്ക് വർക്ക്, വർക്ക് വിമൺ, WOMEN വിമൺ. ഓക്കെ, അതിൽ ആ വർക്ക് എന്നുള്ളത് ബ്രാക്കറ്റിലുണ്ട്. വർക്ക് ആൻസർ എഴുതിക്കോ. ഓക്കെ സിജി. വർക്ക്സ്, എ വർക്ക്സ്, ബി വർക്ക്ഡ്, WORKED, സി വർക്കിംഗ്. ഷാജില, ശ്രുതി, വർക്കിംഗ് ആണ്. ഓക്കെ ഓക്കെ ഞാനത് ചോദ്യം ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ടാണ് ഇവര് ആൻസർ ചെയ്യുന്നത്, വായിക്കേണ്ടിരുന്നത്. അപ്പോൾ അത് വിട്ടുപോകും. ഓക്കെ ഓക്കെ വർക്കിംഗ് ആണ് കറക്റ്റ് ആൻസർ. യെസ്. അടുത്ത ചോദ്യം. have cooked, COOKED, cooked food, FOD, food. She washed, WASHED, washed the plate, PLATES. Okay, പറയാം. have cooked food, she washed the plates, PLATES, plates. Okay, അതില് ഹാവ് എന്നുള്ള ബ്രാക്കറ്റ് ഉണ്ട്. ഹാവ്. സുജാതയുടെ ആൻസർ കണ്ടു. അതിന്റെ അടിയിലുള്ള ആൻസർ എഴുതിക്കോ. എ ഹാവിങ്, ബി ഹാഡ്, സി ഷാജിയുടെ കണ്ടു, അൽഫോൻസയുടെ കണ്ടു, സൗമ്യയുടെ കണ്ടു. സി ഹാസ്. എന്താ പറഞ്ഞേ? having is the correct answer. Having. Smita, Jero, Uchrani, Disha, Ajansi, Nisha. Okay. Having. Correct answer. ഇനി അതിന്റെ അതൊരു ചോദ്യം കൂടി. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ സാർ പറഞ്ഞത്? മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ ഇതിനകത്ത് ഓപ്ഷൻ മാറ്റി മറിച്ചിരിക്കുന്ന പറയുന്നത് ഹാസ്. ഹാവിങ്, ഹാഡ്, ഹാസ്. HAS. ഓക്കെ. അടുത്ത ചോദ്യം. I saw, SAW, saw. I saw a fly, 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 bird, BIRD, bird. എന്നിട്ട് ആ ഫ്ലൈ എന്നുള്ള ബ്രാക്കറ്റ് ഇട്ട് വരും. അടിയിൽ ആൻസർ എഴുതിക്കോ. എ ഫ്ലൂ, ഷാജില, അൽഫോൻസ. ബി ഫ്ലൈയിങ് ബേർഡ്, ഫ്ലൈസ്, FLIE,
IES, flies. C, flying. കൊച്ചുതാണ്ടി, സൗമ്യ, രമ്യ അതിന് മുമ്പ് വന്നിട്ടുള്ളവരെ ഞാൻ വായിക്കാതിരുന്നത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ പേരിലാണ്. ഓക്കെ, അതിന് മുമ്പ് വന്നിട്ടുള്ളത്. യെസ്, ഓക്കെ. ഓക്കെ ഷീബ, ഓക്കെ സ്മിത, ഓക്കെ ജിഷ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫ്ലൈങ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ 5 ചോദ്യം പറഞ്ഞിരുന്നു. എത്ര പേരുടെ ഫുള്ള് ശരിയായി? നിങ്ങളുടെ സ്വന്തം നോക്കിയാൽ മതി. 5 ശരിയായെങ്കിൽ 5. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ 5 × 2 10 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആദ്യത്തെ മാത്രമല്ല, ഒരെണ്ണത്തിന് മിസ്റ്റേക്ക് പറ്റിയ ആൾക്കാരുണ്ട്, ബാക്കിയൊക്കെ കറക്റ്റ് ചെയ്ത ആൾക്കാർ. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യം മാറുകയാണ്. ഓക്കെ, ശ്രുതി, ഓക്കെ ധന്യ, ഓക്കെ വിരീഷ്, ഓക്കെ അഭിജിത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോമൻ ലെറ്റർ. അടുത്ത റോമൻ ലെറ്റർ എത്രയാണ്? 3 ആണ് 4 ആണ്? 4. എനിക്ക് 4. യൂസ് USC, യൂസ് past participle, use past participle of the verbs verbs, verbs given in bracket BRACKETS. I will repeat the question. Use the past participle of the verbs given in bracket. Okay. Question number 1. Adhikata is question. The use USC, use car, CAR, car is ready for question. The use USC, use car is ready for sale, SALE, sale. ഓക്കെ, ഉത്തരങ്ങൾ കണ്ടിരിക്കുന്നു. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കൊള്ളുക. എ, യൂസ്ഡ്. ബി, യൂസിങ്. സി, യൂസസ്. ഓക്കെ, യൂസ്ഡ്. ഹസീന ഓക്കെ, രമ്യ ഓക്കെ. പിന്നെ ഇവിടെ എഴുതി കാണിച്ച എല്ലാവരുടെയും ഓക്കെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ യൂസ് എന്നുള്ള ബ്രാക്കറ്റ് കൊടുക്കണേ. ചോദ്യത്തിലെ യൂസ് ബ്രാക്കറ്റ് കൊടുക്കണം. ഓക്കെ ഓക്കെ, സിജി കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അടുത്തത് ഓക്കെ ഓക്കെ, അഭിജിത്ത്, ഷീബ ഇസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ചോദ്യം. വാഷ്, WASH, വാഷ്, അത് ബ്രാക്കറ്റിൽ എഴുതാൻ. വാഷ്. ക്ലോത്ത്സ്, CLOTHES, ക്ലോത്ത്സ് are on the table. On the table. ഇക്കണക്കിന് നിങ്ങൾ ഇംഗ്ലീഷിൽ ഫുള്ള് വാങ്ങും. ഓക്കെ, ആൻസർ. ഓക്കെ, ആൻസർ എ. ഞാൻ ചോദ്യം കടുകട്ടിയാക്കേണ്ടി വരും അല്ലേ? എ, വാഷസ്. ബി, വാഷിംഗ്. സി, വാഷ്ഡ്. അപ്പോ വാഷസ്, വാഷിംഗ്, വാഷ്ഡ്. അപ്പൊ ആൻസർ ഏതാണ്? വാഷ്ഡ്. ഞാൻ അല്ലെങ്കിലും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷിൽ പാസ്സാണ്. യെസ്, ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളല്ലേ, നല്ല അടിപൊളി വിവേകശാലികളായ കുട്ടികൾ. ഓക്കെ, ഹസീന. യെസ്, ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എന്താ പറയാ, പകല് ക്ലാസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വന്നതാണ്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ സിജി. The cake, CAKE, the cake was baked, BAKE, baked by Ramya. The cake was baked by Ramya. And that baked underline ചെയ്തു. Baked. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ ശരിയാണ്. എ, ബേക്ക്ഡ്. ബി, ബേക്കിംഗ്. സി, ബേക്സ്.
BAKES, base. അടുത്തത് നമ്പർ 4, നാലാമത്തെ ചോദ്യം. I don't know, KNOW, I don't know, speak, SPEAK, speak English. I don't know, speak English. Spoke. ആ സ്പീക്ക് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കുക, സ്പീക്ക്. സാജില ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതിന്റെ ആൻസർ ഞാൻ പറയാം. എ സ്പോക്കൺ, സ്പോക്കൺ. To speak English. I don't know to speak English. അല്ല, ചോദ്യം നോക്കുക. നമുക്ക് ചോദ്യം എന്തായിരുന്നു? ചോദ്യം, Yes. ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റ് ആണ് Past പറഞ്ഞത്. words. ചോദ്യം അതാണ്. ഓക്കെ. ബി സ്പോക്ക്, SPOKE, സ്പോക്ക്. Spoke. സി സ്പീക്കിംഗ്. Speak. സെക്കൻഡ് ഓപ്ഷൻ എന്തായിരുന്നു സർ? സ്പോക്ക്. SPOKE, spoke. I will repeat. Spoken, spoke, speaking. ഓക്കെ സർ. സ്പോക്കൺ ആണോ? Spoken ആണ്. I don't want to speak correct ആണ്. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ എന്താണ് യൂസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? സ്പോക്കൺ ആണ്, സ്പോക്കൺ ഇംഗ്ലീഷ്. ഓക്കെ. സ്പോക്കൺ ഇംഗ്ലീഷ്. ഇനത്തില് ഞാനിപ്പോ ഒരു 4 ചോദ്യം പറഞ്ഞായിരുന്നു. ഓക്കെ അഭിജിത്ത്, ആ 4 എത്ര ശരിയായി ഓരോരുത്തരുടെയും? 4 ശരിയായിട്ടുണ്ട്. ജെസ്സി, വിനീത, ആൻഡ് ഷീബ, സൗമ്യ, എന്റെ 3. ഓക്കെ, രമ്യ, ഓക്കെ. ഓക്കെ, ഹസീനയുടെ 3 എണ്ണം, സിജി, ജിൻഷ, ഷാജില. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ആവറേജ്. ഓക്കെ ഓക്കെ ജാൻസി. ഇനി അടുത്ത റോം ലെറ്റർ എഴുതിക്കും. നെക്സ്റ്റ് റോം ലെറ്റർ 5 മിനിറ്റ് ചിലപ്പോൾ കൂടുതലിരിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. റോം ലെറ്റർ അടുത്തത് എത്രയാണ്? 5. റോം ലെറ്റർ 5 എഴുതിക്കും. Fill in the blanks. Fill in the blanks using articles. ARTICLES. Fill in the blanks using articles. Okay. അതില് question number 1. Dash sun, SUN. Sun, SUN, sun. Rises, RISES. Rises. The sun. In the ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയുമ്പോഴേ അത് സെന്റൻസ് പോകും. ഈസ്റ്റ്, ഈസ്റ്റിന്റെ ഈ ക്യാപിറ്റൽ ലെറ്റർ EAST, ഈസ്റ്റ്. ഓക്കെ 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 ഓക്കെ, എല്ലാവർക്കും അറിയാം. ബ്രാക്കറ്റില് അടിയില് 3 ആൻസർ എഴുതിക്കോ. എ ദി, THE, ദി. ബി എ സി ആൻഡ് ദി എ ആൻഡ്. ഇതാണ് എല്ലാത്തിനും ഇത് തന്നെ ആയിരിക്കും കേട്ടോ. ഈ ഇത് തന്നെ ആയിരിക്കും 3 ഓപ്ഷൻ. ഓക്കെ, ഈ ചോദ്യത്തിന്റെ അവസാനം വരെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ദി നമുക്കറിയാം. ദി എന്ന് വരാൻ കാരണം എന്താണ്? അതായിരിക്കും പറയാമോ? സിജി പറയാമോ എന്താ ദി എന്ന് വരാൻ കാരണം? ഇറ്റ്സ് എ നാച്ചുറൽ ട്രൂത്ത്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഇറ്റ്സ് എ നാച്ചുറൽ ട്രൂത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ്, രണ്ടാമത്തെ ചോദ്യം കേട്ടോ. ദിസ് ഈസ് ഡാഷ് ബോയ് who got first rank. This is dash boy who got first rank. എന്നിട്ട് അടിയിൽ ABC ഉള്ള ആൻസർ നേരത്തെ എഴുതിയില്ല, അത് തന്നെ എഴുതിയാൽ മതി. അത് എഴുതിയാൽ മതി. ഓക്കെ, എ ബോയ് അല്ലേ? എ ബോയ് ആണ് അല്ലേ? The boy. ഈ ബോയ് അത് നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി, ദിസ് ഈസ് എ ബോയ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ ആ ബോയ് നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്യണം. എങ്ങനെയാണ്? ഹു ഗോട്ട് ഫസ്റ്റ് റാങ്ക്. എല്ലാവരും ബോയ് അല്ല, കുട്ടിയാണ് അവിടെ. പർട്ടിക്കുലർ ചെയ്യുമ്പോൾ വരും. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ബോയ് ആണ് കറക്റ്റ്. ഓക്കെ ഓക്കെ സർ. I read dash Bible. ബൈബിളിന്റെ B ക്യാപിറ്റൽ ലെറ്റർ. ബൈബിൾ
every day. Every day. ABC എന്ന് എഴുതിയിട്ട് ആ 3 ആൻസർ എഴുതിക്കോ. DAN. സാർ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ. I read dash Bible every day. The Bible. The രാമായണ, ദി മഹാഭാരത ബുക്കുകളുടെ പേരിന്റെ മുന്നിൽ എപ്പോഴും എന്തുണ്ടാവും? ഓക്കെ ഓക്കെ. അടുത്തത് Anil is dash only boy. Anil is dash only boy in the class. In the class. ബ്രാക്കറ്റില് ആ 3 ആൻസർ എഴുതിക്കോളൂ. ABC എന്നിട്ട് ആദ്യം എഴുതിയ 3 ആൻസർ അതിന് എഴുതിക്കോളൂ. ഓക്കെ 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 ഓക്കെ. അനിലക്ഷ്മി ഓക്കെ ഓക്കെ. നോക്കി എല്ലാവരും അനില് ദ ഓൺലി, അത് മാത്രമുള്ള ആൺകുട്ടിയായിട്ട് ദ ഓൺലി ബോയ് ഇൻ ദ ക്ലാസ്. ബാക്കി മുഴുവനും പെൺകുട്ടികളാണ്. ഓക്കെ. അടുത്തത് ഡാഷ് എലിഫന്റ്. Dash elephant is the largest land animal. Land animal. Dash elephant is the largest land animal. Bracket DAN. ചില ആൾക്കാർ ആൻ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ ദി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയാം. നമ്മള് അവിടെ ആർട്ടിക്കിൾ ദീനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ദി കഴിഞ്ഞതിന് ശേഷം ഒരു സിംഗുലർ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വർഗത്തെ മുഴുവൻ ചിത്രീകരിക്കും, ആ റേസിനെ മുഴുവൻ പറയും എന്ന് നമ്മൾ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ദി ആണ് കറക്റ്റ് ആൻസർ. ദി എലിഫന്റ് ഈസ് ദ ലാർജസ്റ്റ്. ഓക്കെ. അടുത്തത് മിസ്റ്റർ ലാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യം. മിസ്റ്റർ ലാൽ ഈസ് ഡാഷ്. സർ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയൂ സർ. മിസ്റ്റർ ലാൽ, LAL, ലാൽ ഈസ് ഡാഷ് എഞ്ചിനീയർ, ENGINEER, എഞ്ചിനീയർ. അടിയിൽ ദിയും എയും ആനും എഴുതിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. സുജാത എഴുതിയിട്ടുണ്ട്, ഷാജിൽ എഴുതിയിട്ടുണ്ട്, കൊച്ചുറാണി, സൗമ്യ, അമ്പിളി, ലക്ഷ്മി, സുധി, രമ്യ, അഭിജിത്ത്, ഷീബ, രമ്യ. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരുടെയും ആൻസർ അൽഫോൻസ, സിജി ഒക്കെ എല്ലാവരുടെയും കറക്റ്റ് ഉത്തരമാണ് ആൻ. വെരി ഗുഡ് വെരി ഗുഡ്. ആൻ എഞ്ചിനീയർ. സൗണ്ടിന്റെ കൂടെ ഇല്ല, അപ്പൊ അത് വരുമ്പോ അതിന്റെ കൂടെ ആനല്ലേ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ സെന്റൻസിൽ എലിഫന്റ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇപ്പൊ ഞാൻ പറയാം, ഐ സോ ആൻ എലിഫന്റ് ഇൻ ദ ടെമ്പിൾ. അത് കറക്റ്റ് ആണ്. ഞാനൊരു ആനയെ അമ്പലത്തിൽ കണ്ടു. അത് കറക്റ്റ് ആണ്. അവിടെ ദി എലിഫന്റ് എന്ന് പറയാൻ കാരണം ആ എലിഫന്റ് എന്ന് പറയുന്ന എല്ലാ ഹോൾ റേസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറയാം, ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ, വിശ്വസ്തനായ ഒരു മൃഗമാണ് ഡോഗ്. ദി ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തുള്ള എല്ലാ ഡോഗും വിശ്വസ്തരാണെന്നാണ്. അത് ആ വർഗത്തെ മുഴുവൻ സൂചിപ്പിക്കുക. അങ്ങനെ ദ ഹോൾ റേസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ദി ചേർത്ത് കഴിഞ്ഞാൽ അത് ഒരു പട്ടിയല്ല, മറിച്ച് ലോകത്തുള്ള എല്ലാ നായ്ക്കളും ആ അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. അടുത്തത് there is, next question, എനിക്ക് തോന്നുന്നു 7ാമത്തെ ചോദ്യം. there is dash milk in the fridge. There is dash milk in the fridge. അതിന്റെ അടിയിൽ 3 ആൻസർ, ദിയും എയും ആനും. അവിടെ ഒരു ആർട്ടിക്കിൾ വരുന്നില്ല. There is milk in the fridge. നമ്മളിവിടെ fill in the blanks with article എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാം. നോക്കിക്കോ,
എ അല്ല സർ. A video. A little means little almost negative. Okay, A little is the correct answer. Okay, Sia. Okay, Smita. Okay, Siji. Okay. A video. മിൽക്ക് എന്ന് മാത്രമേ ഉള്ളൂ സാറേ, അതോ മിൽക്ക് അതിനകത്ത് അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ദർ ഈസ് അല്ലെങ്കിൽ ഒരു മിൽക്ക് ബോട്ടിൽ എന്ന് പറയുവാണെങ്കിൽ ദർ ഈസ് എ മിൽക്ക് ബോട്ടിൽ അങ്ങനെ വരത്തില്ലേ സർ? there is dash little milk എന്നുണ്ടോ ക്വസ്റ്റ്യനില്? Dash little milk. Okay. Dash little milk. ലിറ്റിൽ ഈസ് there. That's it. Okay. നമ്മൾ പറഞ്ഞിട്ടില്ലേ ലിറ്റിലും എ ലിറ്റിലും തമ്മിലുള്ള വ്യത്യാസം, പ്യൂർ എ പ്യൂർ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് മോഹൻ became 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 dash lawyer LAWYER lawyer. അടിയില് 3 ആർട്ടിക്കിൾ എഴുതിയോ, the and a. ഓക്കെ A ഓക്കെ became a lawyer. പ്രൊഫഷന്റെ മുന്നിൽ എ എന്നാ വരുന്നത്. ഓക്കെ. He is a teacher എന്ന് പറയണ പോലെ. ഓക്കെ. അടുത്തത് my father bought 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 dash flat FLAT flat. അടിയില് 3 ആൻസർ എഴുതിക്കോ, DAN. ഓക്കെ. സർ എന്തായിരുന്നു my father bought dash flat FLAT. എ ഫ്ലാറ്റ് അല്ലേ? ഓക്കെ. ഡാഷ് ഫ്ലാറ്റ് ആ ഡാഷിനെ ഫില്ല് ചെയ്തു. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് എ ഫ്ലാറ്റ്. അവിടെ ദി ആണ് വന്നിരുന്നെങ്കിൽ ദി വേണമെങ്കിൽ വരാം, പക്ഷെ അപ്പൊ ആ ഫ്ലാറ്റ് കണ്ട് ഒരു സെന്റൻസ് കൂടി ആഡ് ചെയ്യും, ഒരു ക്ലോസ് കൂടി വരുമായിരുന്നു. ഓക്കെ. അടുത്തത് വാട്ട്, 10ാമത്തെ ചോദ്യം. വാട്ട് ഡാഷ് ലവ്ലി LOVELY ലവ്ലി ഫ്ലവർ. ഡാഷ് ലവ്ലി ഫ്ലവർ. അതിനൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, വരയും ഒരു കുത്തും. ഓക്കെ. അടിയില് DAN കൊടുക്കാം. സർ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാമോ? വാട്ട് ഡാഷ് ലവ്ലി ഫ്ലവർ. ഓക്കെ സർ. ഓക്കെ, അതിന്റെ അകത്ത് ഈ ആർട്ടിക്കിൾ. അപ്പൊ ഞാനിപ്പോ ആർട്ടിക്കിൾ എന്ന് പറയുന്ന വിഭാഗത്തില് 10 ചോദ്യങ്ങൾ പറഞ്ഞായിരുന്നു. എത്രയൊക്കെ ശരിയായി ഓരോരുത്തരുടെ? 9 ശരിയായി. 7. അപ്പൊ 10 ശരിയായി ലക്ഷ്മി. ഓക്കെ, സിജി 10 ശരിയായി. ഓക്കെ. അപ്പൊ 20 മാർക്ക് അതിന്റെ അകത്ത് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് നിങ്ങള് ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്യണം, നിങ്ങളൊന്ന് നോക്കുക സ്വയം. ഇതിന്റെ അകത്ത് 10-20 മാർക്ക് കിട്ടി, മറ്റേതിന് 10 കിട്ടി. ഇതിനകത്ത് മൊത്തം എത്ര മാർക്ക് കിട്ടി നിങ്ങളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്താൻ മതി. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതമുണ്ട്. അപ്പൊ മൊത്തം എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. നമ്മൾ fill in the blanks using the correct article എന്നുള്ള സ്ഥലമാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. അല്ല, അവിടം വരെ നമ്മൾ എത്തിയിട്ടുള്ളത്. അതിന്റെ ശേഷമുള്ളതാണ് പറയേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കൂടി നമ്മൾ വീണ്ടും അഡീഷണൽ ആയിട്ട് കാണും. ഏതെങ്കിലും ടീച്ചറിന്റെ ഒരു ക്ലാസ് കൂടി ഉപയോഗിച്ചിട്ട് ഞാൻ വരും. പിന്നെ ഒരു ക്ലാസ് കൂടി നമുക്ക് കിട്ടും. അതോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു സംഗതി നമുക്ക്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ ഒരു ചുരുക്കം അല്ലെങ്കിൽ വരുന്ന മോഡൽ ടൈപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ സാർ, അപ്പൊ ഇനി സാറിന്റെ ക്ലാസ് ഇനി ഉണ്ടാവില്ല, കഴിഞ്ഞത് ലാസ്റ്റ് ക്ലാസ് ആണോ സാർ? പിന്നെ നിങ്ങൾക്ക് എന്നാ ലാസ്റ്റ് ക്ലാസ് തീർന്ന് പറഞ്ഞേക്കുന്നത്? ഞങ്ങക്ക് മാർച്ച് എന്താണ് കഴിയുന്ന പറഞ്ഞിരിക്കുന്നത്. മാർച്ചാണ് ഫെബ്രുവരിയാണോ? മാർച്ചിലെ എക്സാം എന്നല്ലേ പറഞ്ഞേ? അല്ല, ഏപ്രിലാണ് എക്സാം എന്ന് പറഞ്ഞത്. പിജിയുടെ ക്ലാസ് മാർച്ചിലെ കഴിയും. ഓക്കെ. അപ്പൊ നമുക്ക്
ഇത് അങ്ങോട്ട് പോട്ടെ. ചെറിയ നിങ്ങൾ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ. പൊതുവെ ഞാനത് നാളെ ക്ലാരിഫൈ ചെയ്തട്ടെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് കുഴപ്പമില്ല. ഏതായാലും നമുക്ക് ഇനി കാണാം. ഡോണ്ട് വറി. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഓക്കെ 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 ഓക്കെ.